കണക്കുകൾ പ്രകാരം ഏതാണ്ട് 70-ലധികം ലോകരാജ്യങ്ങൾ മതനിന്ദയെ കുറ്റമാക്കി പ്രഖ്യാപിച്ചിട്ടുള്ളവയാണ്. നമ്മുടെ രാജ്യമായ ഇന്ത്യയും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. മതനിന്ദയ്ക്ക് ഇന്ത്യയിൽ പരമാവധി നൽകുന്നത് തടവ് ശിക്ഷയാണെങ്കിൽ ഇതേ കുറ്റം ചുമത്തി വധശിക്ഷ നൽകുന്ന രാജ്യങ്ങൾ വരെ ഇക്കൂട്ടത്തിലുണ്ട്. ഹ്യൂമനിസ്റ്റ് ഇന്റർനാഷണലിന്റെ 2019 ഫ്രീഡം ഓഫ് തോട്ട് റിപ്പോർട്ട് പ്രകാരം മേൽപ്പറഞ്ഞ രാജ്യങ്ങളിലെ 6ഓളം രാജ്യങ്ങൾ ഇപ്പോഴും മതനിന്ദാ കുറ്റത്തിന് വധശിക്ഷ നൽകുന്ന രാജ്യങ്ങളാണ്. നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാനും ഇറാനും ഒക്കെ ഇതിൽ ഉൾപ്പെടും. മതനിന്ദ മാത്രമല്ല, സ്വന്തം മതത്തിൽ നിന്നും വിടുന്നത് പോലും അല്ലെങ്കിൽ ആ മതത്തെ ഉപേക്ഷിക്കുന്നത് പോലും കുറ്റമായി കാണുന്ന രാജ്യങ്ങളും നമ്മുടെ ഈ ലോകത്തുണ്ട്. ഇവയിൽ ഏതാണ്ട് 12ഓളം രാജ്യങ്ങൾ നിരീശ്വരവാദപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് വധശിക്ഷ വരെ നൽകുന്ന രാജ്യങ്ങളുമാണ്. മതനിന്ദയും അത് നടത്തിയവരെ ശിക്ഷിക്കുന്നതുമൊക്കെ മതങ്ങൾക്ക് കൃത്യമായൊരു ആധിപത്യവും ചട്ടക്കൂടും ഒക്കെ ലഭിക്കുന്ന സമയം മുതൽക്ക് തന്നെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒന്നാണ്. മതങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഇത്ര അത്ഭുതപ്പെടാനായോ ചിന്തിക്കാനായോ അങ്ങനെ യാതൊന്നും തന്നെയില്ല. എന്നാൽ അത് എപ്പോഴായിരുന്നു, എന്തിനായിരുന്നു ആധുനിക രാജ്യങ്ങളുടെ കൂടി ഭാഗമാവാൻ തുടങ്ങിയത് എന്ന കാര്യത്തിലെ തലപോക്കേണ്ടതുള്ളൂ. ആധുനിക രാജ്യങ്ങളുടെ ആവിർഭാവ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടാണ് രാജ്യവും മതവും വിഭിന്നമാണെന്ന ആശയത്തിന്റെ കടന്നുവരവ്. ഇതിനു മുൻപ് വരെ ഇന്ന് നമ്മൾ കാണുന്ന സെക്കുലർ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പള്ളിയും പട്ടക്കാരും തന്നെയാണ് രാജ്യത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. മതം തന്നെയാണ് രാജ്യം, മതസ്ഥാപനങ്ങൾ തന്നെയാണ് രാജ്യം ഭരിക്കേണ്ടത് എന്ന പൊതുബോധമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇക്കാലഘട്ടത്തിൽ മതത്തിനെതിരെ ഉയരുന്ന എന്തും രാജ്യത്തിനെതിരെ കൂടി ഉയരുന്ന ഒന്നായിട്ടായിരുന്നു കരുതിയിരുന്നത്. അങ്ങനെയാണ് മതനിന്ദ എന്നുള്ളത് രാജ്യത്തിനെതിരായുള്ള രാജ്യം കൂടി ഇടപെടേണ്ട ഒന്നായി മാറുന്നത്. മതനിന്ദയെ നിയമപരമായി തന്നെ കുറ്റകരമാക്കാൻ വേണ്ടി മുൻകൈ എടുത്തവരാണ് സ്റ്റേറ്റിന്റെ കാര്യങ്ങളിൽ വലിയ മുൻതൂക്കമുണ്ടായിരുന്ന ക്രിസ്ത്യൻ സമൂഹങ്ങൾ. ഇതിന്റെ പ്രതിഫലനം ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിലും ഇവരുടെ കീഴിലുണ്ടായിരുന്ന ഇന്ത്യ പോലുള്ള കോളനി രാജ്യങ്ങളിലും നിയമങ്ങളുടെ രൂപത്തിൽ പ്രതിഫലിക്കുകയുണ്ടായി. 1860 നിലവിൽ വന്ന ഇന്ത്യൻ പീനൽ കോഡിൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും. ഇതിലൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടനൊക്കെ ഓൾറെഡി ഇത് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. മതനിന്ദയോട് ഇസ്ലാം പോലുള്ള മതങ്ങളുടെയും അവരുടെ രാജ്യങ്ങളുടെയും നിലപാട് എന്താണെന്ന് പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. നിർവചിക്കാൻ വളരെയധികം പ്രയാസമുള്ള ഒന്നാണ് മതനിന്ദ. മതനിന്ദയ്ക്ക് കൃത്യമായൊരു അതിർവരമ്പോട്ടില്ല താനും. ഒരു മതവിശ്വാസിക്ക് തങ്ങളെ അപമാനിച്ചു എന്ന് തോന്നുന്നതെല്ലാം മതനിന്ദയാണ്. അതിനി അവന്റെ തന്നെ പുസ്തകത്തിൽ നിന്നും എടുത്തു പറഞ്ഞതായാലും ശരി, മതത്തിനെതിരെ കേവലം ഒരു വിമർശനം ഉന്നയിച്ചതായാലും ശരി, മതവിശ്വാസിക്ക് നിന്ദയായി തോന്നിയതെല്ലാം മതനിന്ദയായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ജനാധിപത്യ സ്വഭാവവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെയാണ് ഒരു ആധുനിക രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു മോഡേൺ സൊസൈറ്റിയുടെ അടിസ്ഥാന ഘടകങ്ങൾ. ഒന്നും വിമർശനാതീതമല്ല ഇങ്ങനെ ഒരു സമൂഹത്തിൽ. എന്നാൽ മതനിന്ദ കുറ്റകരമാക്കുന്നതിലൂടെ പറയുന്നത് എന്താ? മതങ്ങളെ മാത്രം വിമർശിക്കരുതെന്ന്. അത്തരമൊരു നിയമം എങ്ങനെയാണ് ഒരു ആധുനിക സമൂഹത്തിന് വഴിവെക്കുക? ജനാധിപത്യ മൂല്യങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വളരെയധികം ഊന്നൽ നൽകുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. വിമർശനങ്ങളെ അതേ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുന്നുമുണ്ട്. പോരാത്തതിന് സെക്യുലറും. അത്തരമൊരു രാജ്യത്തിന് ഇന്നും എങ്ങനെയാണ് മതനിന്ദയെ കുറ്റകരമായി കാണാനാവുക? മതനിന്ദ മതത്തിന്റെ പ്രശ്നമാണ്, മതവിശ്വാസിയുടെ പ്രശ്നമാണ്. അതെങ്ങനെയാണ് മതത്തെ രാജ്യത്തിന്റെ കാര്യങ്ങളിൽ നിന്നും വെട്ടിമാറ്റിയ ഒരു സെക്യുലർ രാജ്യത്ത് കുറ്റകരമാവുക? രാജ്യത്തിനെതിരെയുള്ള കടന്നാക്രമണമായി പരിഗണിക്കാനാവുക? അതല്ല, ഇന്ത്യ പോലെ മതത്തിൽ ആറാടി നിൽക്കുന്ന ഒരു രാജ്യത്ത് മതനിന്ദയൊക്കെ അനുവദിച്ചു കൊടുത്താൽ ഇവിടെ ചോരപ്പുഴ ഒഴുകും, അതുകൊണ്ടാണത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സത്യത്തിൽ നിങ്ങളും ഇതിലൂടെ മതനിന്ദ നടത്തുകയല്ലേ ചെയ്യുന്നത്? മതനിന്ദ അനുവദിച്ചാൽ ചോരപ്പുഴ ഒഴുകും പോലും. അപ്പോൾ അത്രത്തോളം വന്യവും ക്രൂരവുമാണ് ഈ മതങ്ങളെന്നും മതവിശ്വാസങ്ങളെന്നും അർത്ഥം. ഇതിനേക്കാൾ വലിയ മതനിന്ദ മറ്റൊന്നുണ്ടോ? വർത്തമാന കാലഘട്ടത്തിൽ മതനിന്ദ എന്നുള്ളത് സ്വതന്ത്ര ചിന്തകർക്കോ നിരീശ്വരവാദികൾക്കോ എതിരെയുള്ള ഒരു ആയുധമല്ല. ഈ ഒരു മതനിന്ദ എന്നുള്ളത് കുറ്റകരമല്ലാതാക്കിയാൽ ഈ മതങ്ങൾക്ക് വരാൻ പോകുന്ന ആക്രമണങ്ങൾ നടത്തുന്നത് ഈ പറയുന്ന നിരീശ്വരവാദികളോ അതോ സ്വതന്ത്ര ചിന്തകരോ ഒന്നും ആയിരിക്കില്ല. എനിക്ക് എന്റെ മതം, നിനക്ക് നിന്റെ മതം എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ കെട്ടിപ്പിടിച്ചും വാരിപ്പുണർന്നും ഒക്കെ നടക്കുന്നവരുടെയും അവരുടെ മതങ്ങളുടെയും തനി നിറമായിരിക്കും അപ്പോ പുറത്തു വരിക. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചെറിയൊരു വിമർശനമോ അല്ലെങ്കിൽ ഒരു ആക്ഷേപഹാസ്യമോ കേൾക്കുമ്പോൾ തന്നെ വ്രണപ്പെടുന്ന മതങ്ങൾ ഇത്ര കണ്ട് മതനിന്ദയെ എതിർക്കുന്നത്. അതിന് സ്റ്റേറ്റ് കൂടി കൂട്ടുനിൽക്കുന്നതാണ് ഏറ്റവും വലിയ ക്രൂരത. ഹേറ്റ് സ്പീച്ചും വർഗീയതയും മതവിമർശനവും ഒക്കെ ഒന്നാണെന്ന് വിചാരിച്ചു വെച്ചുകൊണ്ട് അത് നിന്നെ എതിർക്കുന്ന ചില നിഷ്കളങ്കരുണ്ട്. ഇതൊക്കെ വ്യത്യസ്തമാണെന്നുള്ള കാര്യവും ഇവയ്ക്കൊക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെന്നുള്ള കാര്യവും ഇക്കൂട്ടരെ ഇതിനോടൊപ്പം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. വിമർശിക്കേണ്ടവയെ വിമർശിക്കാനുള്ള എല്ലാ തരത്തിലുള്ള അവകാശവും നമുക്കുണ്ട്. മുന്നിൽ നിൽക്കുന്നത് മതമായതുകൊണ്ട് മാത്രം യാതൊരു തരത്തിലുള്ള ഇളവും ഇക്കാര്യത്തിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല. കൊടുക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ തന്നെ പോയി പണി നോക്കാൻ പറയാൻ ഒരു മടിയും വേണ്ട. മതവിമർശനങ്ങൾ മതനിന്ദയാണെന്നും ആ മതനിന്ദ ആരും ഇവിടെ നടത്തരുതെന്നും കൽപ്പിച്ചാൽ ആരുടെയും ഔദാര്യമൊന്നുമല്ല വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം. അത് പൗരന്മാരുടെ അവകാശം തന്നെയാണെന്ന് പറയാനും മടിക്കേണ്ട. മതവിമർശനം ഇനിയും തുടരും.
മതനിന്ദ എന്ന ഓമന പേരിൽ അത് അറിയപ്പെടുകയും ചെയ്യും. ശരിയാണ്, ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ നിന്ദിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിലും നിന്ദിക്കാതിരിക്കാൻ മാത്രം യോഗ്യതയുള്ള ഒന്നല്ലല്ലോ ഈ മതങ്ങൾ. അപ്പോ ഇത് നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്നത്തെ മോഡേൺ കൺസെപ്റ്റിൽ നോക്കുമ്പോൾ വളരെയധികം റിഗ്രസീവ് ആയിട്ടുള്ള ഒന്നാണ് ഈ മതനിന്ദ എന്ന് പറയുന്ന കാര്യമൊക്കെ കുറ്റകരമാക്കി വെച്ചിരിക്കുന്നത്. അത് പല കൺട്രീസും ഇപ്പോൾ അത് വിട്ടു തുടങ്ങി. പല ലോകരാജ്യങ്ങളും ഇന്നത് മതനിന്ദ എന്ന് പറയുന്നത് കുറ്റകരമല്ലാതെ ആക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും നമ്മുടേതുപോലെയുള്ള ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴും അത് ബ്ലാസ്ഫമി അഥവാ മതനിന്ദ എന്നുള്ളത് കുറ്റകരമാക്കിയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും വരാനിരിക്കുന്ന ഒരു ഒഴുക്കിൽ, ഈ പറയുന്ന പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങളുടെ ഒരു കുത്തൊഴുക്കിൽ ഈ പറയുന്ന മതനിന്ദയും കുറ്റകരമല്ലാതെ ആക്കുന്ന ഒരു അവസ്ഥ ഇന്ത്യയിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ആശയമായിട്ട് കാണാം. ബൈ.